പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ജയശ്രീ. ഞാൻ ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് നിന്നാണ് വരുന്നത്. ഞാൻ കൃപാസനത്തിൽ വരാനും ഉടമ്പടി എടുക്കാനുള്ള കാരണം, ഞാനൊരു ആരോഗ്യവകുപ്പിൽ ജോലി ചെയ്ത വ്യക്തിയാണ്. റിട്ടയർമെൻറ്റിന് ശേഷം ആരോഗ്യമായി ബന്ധപ്പെട്ട് തന്നെ ഓർഗാനിക് പ്രോഡക്റ്റുകൾ വിൽക്കുന്ന RCM എന്ന ഒരു പ്രസ്ഥാനത്തിൽ അതിൻ്റെ ഷോപ്പ് ഞാൻ തുടങ്ങുകയുണ്ടായി. ഷോപ്പ് തുടങ്ങി ഒരു 3-4 മാസത്തിന് ശേഷം അത് ബിസിനസ് ഭയങ്കര ഡള്ളായി. അപ്പോൾ എനിക്ക് അത് വളരെയധികം പ്രയാസം. എന്താ വെച്ചാൽ കുറേയധികം പൈസ ചിലവിട്ടിട്ടാണ് ഞാൻ ആ ഷോപ്പ് ആരംഭിച്ചത്. വീട്ടിൽ എതിർപ്പുകളൊക്കെ ഉണ്ടായിട്ട് പോലും ഞാൻ അതിനെ അതിജീവിച്ച് അത് തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള വിഷമം. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിലൊരാശയം തോന്നി, ഇതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഒരു ചെറിയതായിട്ട് പുറത്ത് അവിടുന്ന് കുറച്ച് മാറി എവിടെയെങ്കിലും തുടങ്ങാൻ എനിക്കൊരു സൗകര്യം കിട്ടിയിരുന്നെങ്കിൽ, അധികം ക്യാഷ് ചിലവില്ലാതെ എനിക്കൊരു റൂം കിട്ടിയാൽ അവിടുന്ന് കൂടിയുള്ള ബിസിനസ് ആകുമ്പോൾ എൻ്റെ ടേൺ ഓവർ വർദ്ധിക്കുമല്ലോ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ മനസ്സിൽ തീരുമാനിച്ച് ഞാൻ എൻ്റെ സ്റ്റാഫിനോട് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു, ചേച്ചി നമുക്ക് കൃപാസനത്തിലൊന്ന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്റ്റാഫും ഞാനും കൂടിയാണ് ഫസ്റ്റ് ടൈം ഇവിടെ എത്തുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് എൻ്റെ 6 നിയോഗങ്ങളിൽ ഫസ്റ്റ് വെച്ചത് ഞാൻ ഇതുതന്നെ ആയിരുന്നു. എനിക്ക് അധികം സാമ്പത്തിക ബാധ്യതകളില്ലാതെ എനിക്കൊരു മുറി ഷോപ്പ്, എത്ര ചെറുതാണെങ്കിലും വേണ്ടില്ല, എനിക്ക് സെയിൽ കൂട്ടണം. അതിനുവേണ്ടി എനിക്കൊരു ഷോപ്പ്, ഒരു മുറി ഷോപ്പ് കിട്ടണം. എന്തായാലും ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടുന്ന് ഉടമ്പടി 6 നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു. വീട്ടിൽ പോയി ഏകദേശം ഒരു 6ാമത്തെ ദിവസം, ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് അഡ്വാൻസ് ഒന്നും കൂടാതെ വളരെ തുച്ഛമായ വാടകയിൽ, അതായത് എൻ്റെ ഷോപ്പ് എനിക്ക് വളരെയധികം അറേഞ്ച്മെൻ്റ് എനിക്ക് ആ ഷോപ്പിൽ നടത്തേണ്ടി വന്നു. AC, ക്യാമറ ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയൊരു ഷോപ്പാണ് ഞാൻ ആദ്യം തുടങ്ങി വെച്ചത്. പക്ഷെ ആ സ്ഥാനത്ത് ഈ ക്യാമറയും AC ഒന്നും ഇല്ലെങ്കിൽ പോലും റാക്കുകൾ സഹിതം എനിക്ക് അവിടെ വളരെ തുച്ഛമായ ഒരു 15,000 രൂപയുടെ ചിലവ് മാത്രമേ എനിക്ക് ആ സെക്കൻഡ് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് വേണ്ടി വന്നുള്ളൂ, മുടക്കുമുതലായി വേണ്ടി വന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ആഗ്രഹിച്ച ആ കാര്യം ഉടമ്പടി എടുത്ത് 6ാമത്തെ ദിവസം തന്നെ അമ്മ എനിക്ക് സാധിച്ചു തരികയുണ്ടായി. അതുപോലെ തന്നെ അതിനുശേഷം മെല്ലെ മെല്ലെ എൻ്റെ 2 ഷോപ്പുകളിലും സെയിൽ വർദ്ധിക്കുകയും എനിക്ക്, അതായത് ഈ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്കാണ്. അപ്പോൾ അവിടെ നെറ്റ്വർക്ക് നടന്നെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ മെച്ചമുണ്ടാവുകയുള്ളൂ. അല്ലാതെ ഷോപ്പിൽ സാധനങ്ങൾ വരുമ്പോൾ അതിൻ്റെ കമ്മീഷൻ മാത്രമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമുക്ക് വളരെ സെയിൽ നല്ല രീതിയിൽ നടന്നില്ല എങ്കിൽ അവിടെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ എൻ്റെ ഉടമ്പടിക്ക് ശേഷം എനിക്ക് നഷ്ടങ്ങളൊന്നും ഉണ്ടാകാതെ എൻ്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേർന്നു. പിന്നെ അതുകൂടാതെ എൻ്റെ ഏകദേശം ഒരു 12 വർഷമായിട്ട് എനിക്ക് ഹെമറോയിഡ്സ്, അൾസർ ഇത് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ടെത്തി കൊളോണോസ്കോപ്പി, എൻഡോസ്കോപ്പി ഒക്കെ ചെയ്ത് ഇത് കൺഫേം ചെയ്തു. അതിനുശേഷം വളരെ 2 മാസം 3 മാസക്കാലം മാത്രമേ ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും മെഡിസിൻ എടുക്കുകയും ചെയ്തിരുന്നുള്ളൂ. പിന്നീട് ഫുഡ് കൺട്രോൾ ചെയ്ത് ഞാൻ അങ്ങനെ പോവുകയാണ്. വലിയ കുഴപ്പമില്ലാതെ പോകുമെങ്കിലും സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. എനിക്ക് വളരെ അധികം സ്ട്രെയിൻ എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അതായത് വീട്ടിൽ കൂടുതൽ ജോലികൾ, ഒരു ഗസ്റ്റ് വരുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിശേഷ അവസരങ്ങളിലൊക്കെ നമുക്ക് വീട്ടിൽ കൂടുതൽ ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് ബാക്ക് പെയിനും അബ്ഡോമിനൽ പെയിനും തുടങ്ങി, അതിനോടൊപ്പം ബ്ലീഡിങ്, എനിക്കൊന്ന് താഴോട്ടിരിക്കാൻ പറ്റാത്ത രീതിയിൽ ബ്ലീഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ ഞാൻ ഉടമ്പടി എടുത്ത ശേഷം 2ാമത്തെ പുതുക്കലിനോടുകൂടി എനിക്കത് പൂർണ്ണമായ മാറ്റം എനിക്കുണ്ടായി. ഞാൻ വളരെ അഭിമാനത്തോടു കൂടി ഞാൻ എൻ്റെ സിസ്റ്റേഴ്സിനോടെല്ലാം ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു വർഷക്കാലമായിട്ട് എനിക്ക് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ ഡാർക്ക് കോഫി കളറിലാണ് സ്റ്റൂൾ പാസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ ചില സമയത്ത് നല്ല രീതിയിൽ, ചില സമയത്ത് ലൂസായി, അങ്ങനെ. അതായത് ഒരു മെഡിക്കൽ ഫീൽഡിൽ ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും അത് ഏത് അസുഖത്തിൻ്റെ ഒരു ലക്ഷണം ആയിരിക്കാമെന്ന്.
ഞാനത് ഹസ്ബൻഡിനോടോ മക്കളോടോ ആരോടും തന്നെ പറഞ്ഞില്ല. എൻ്റെ 2 ചേച്ചിമാരുടെ അടുത്ത് മാത്രം പറഞ്ഞപ്പോൾ അവരെന്നെ വളരെയധികം നിർബന്ധിച്ചു ഡോക്ടറെ കാണാൻ. പക്ഷെ ഞാൻ കൂട്ടാക്കിയില്ല. ഞാൻ അതും എൻ്റെ അമ്മയ്ക്ക് വിട്ടുകൊടുത്തു. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് അതിൽ നിന്നും വിടുതൽ ലഭിച്ചു. അവിടെ അമ്മ എന്നെ അനുഗ്രഹിച്ചു. പിന്നെ എനിക്ക് ആത്മീയമായി വളരെയധികം വളരുവാൻ എനിക്ക് സാധിച്ചു. അത് എൻ്റെ ഒരു സ്വഭാവം വെച്ച് തന്നെ ഞാൻ വളരെ എടുത്തുചാട്ടക്കാരിയാണ്. ആരോടും ഇപ്പം എൻ്റെ മേലുദ്യോഗസ്ഥരാണ് പോലും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യം, ഒരു തെറ്റാണ് എന്ന് കണ്ടാൽ ആ സ്പോട്ടിൽ ഞാൻ മറുപടി പറയുന്ന ഒരു സ്വഭാവക്കാരിയായിരുന്നു. അതെല്ലാം ഇപ്പം എനിക്ക് തന്നെ അത്ഭുതമാണ് ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ആയതെന്നേ. ഷോപ്പിൽ പലതരത്തിലുള്ള ആൾക്കാർ വരുന്നുണ്ട്. അവരോടെല്ലാം ചിരിച്ച് നല്ല സോഫ്റ്റായിട്ട് എനിക്ക് സംസാരിക്കുവാനുള്ള ഒരു അവസ്ഥയിൽ ഞാൻ എത്തിച്ചേർന്നു. അമ്മ അതിനെന്നെ സഹായിച്ചു. മടിയില്ലാതെ എവിടെയും ആർക്കും പത്രം കൊണ്ട് കൊടുക്കാനുള്ള ഒരു ധൈര്യം എനിക്കുണ്ടായി. ഹോസ്പിറ്റലുകളിൽ, ബസ് സ്റ്റാൻഡുകളിൽ, ഷോപ്പുകളിൽ, വഴിവെക്കിൽ, വീടുകളിൽ, കടകളിൽ എല്ലാവിടവും ഞാനിപ്പം പത്രം കൊണ്ട് കൊടുക്കാറുണ്ട്. ഓരോ വരവിലും ഞാൻ മിനിമം 3 സെറ്റ് പത്രമെങ്കിലും 4, 5 ഒക്കെ വാങ്ങി, എന്നാലും മിനിമം 3 ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോകും. മിക്ക അവസരങ്ങളിലും ഈ വണ്ടാനം ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ആലപ്പുഴ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലോ ഇറങ്ങി ആ പത്രം മുഴുക്ക ഞാൻ കൊടുത്ത് തീർത്തിട്ട് പോവുകയാണ് പതിവ്. അതുപോലെ തന്നെ എൻ്റെ വീടിനടുത്തൊരു കത്തോലിക് ചർച്ചുണ്ട്. അവിടെ മാതാവ് ഉണ്ണിയേശു നിൽക്കുന്ന ഒരു രൂപക്കൂട്, അവിടെ ഞാൻ ഡെയിലി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചാണ് ഷോപ്പിലേക്ക് പോകുക. അപ്പോൾ ആ സമയത്ത് പലതവണ ഇപ്പം ഒരു 4-5 തവണയായിട്ട് എനിക്ക് അവിടുന്ന് പത്രം എടുത്തുകൊണ്ട് പോകാൻ ഉള്ള ഭാഗ്യം ലഭിച്ചു. അതായത് 1 വർഷത്തിന് മുമ്പ് ആദ്യമൊക്കെ കിട്ടിയത് 2022 ലാസ്റ്റിലൊക്കെ ഉള്ള പത്രം വരെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും 2023 പത്രങ്ങൾ മിക്കവാറും 2-3 സെറ്റ് പത്രങ്ങൾ അവിടെ ഉണ്ടാകും. അങ്ങനെ പലതവണ ഞാനതെടുത്ത് ഷോപ്പിൽ കൊണ്ട് വെച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം ഷോപ്പ് അടച്ചിട്ട് അത് ഓരോ വീടുകളിലും കൊടുത്ത് ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ അത് പ്രാർത്ഥിച്ചാണ് പത്രം കൊടുക്കുന്നത്. അതുപോലെ തന്നെ അത് കാരണം പെട്ടെന്ന് ഒരു അരമണിക്കൂർ പോലും വേണ്ടി വരില്ല, എനിക്ക് പത്രം കൊടുത്ത് തിരിച്ചു വരാൻ സാധിക്കുന്നുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പേഷ്യൻസിനെ ഞാൻ വിസിറ്റ് ചെയ്യുന്നുണ്ട്. കായംകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് പോകാറുള്ളത്. അവിടെ വെച്ച് ആണെങ്കിൽ തന്നെ ഒരു സ്ഥിരമായി അവിടെ കുറച്ച് കൂടുതൽ ദിവസം അവിടെ അഡ്മിറ്റായി കിടന്ന 2 പേഷ്യൻസ് ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവർ വന്നു പോകുന്നവർ. അപ്പോൾ അവരെ ഞാൻ 2 തവണ വിസിറ്റ് ചെയ്യുകയും അവർക്ക് അത്യാവശ്യ സഹായം ചെയ്യുകയും അതുപോലെ നമ്മുടെ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിലൊരു അമ്മ പറഞ്ഞു, ആരും ഇല്ല സഹായിക്കാൻ, അപ്പം മക്കളൊന്നും ഇല്ലെന്ന് ചോദിച്ചപ്പം മകനെവിടെയോ ആണ്, മരുമകൾ പിണങ്ങിപ്പോയിരിക്കുക, അവരുടെ വീട്ടിലില്ല. അപ്പോൾ ഈ അമ്മ തന്നെയാണ് ഈ അച്ഛൻ്റെ എല്ലാ കാര്യവും നോക്കുന്നത്. മുട്ടിന് സർജറിക്കാണ് കിടക്കുന്നത്. അപ്പം സർജറിക്ക് ശേഷവും ഞാൻ ചെന്നു അവരെ കണ്ടു. അപ്പോൾ സർജറിക്ക് മുന്നേ ഞാൻ അവരെ വിളിച്ചു, എന്തായി എന്നറിയാൻ വിളിച്ചപ്പോൾ ആ അമ്മ എന്നോട് പറയുകയാണ്, മോളെ ഞാൻ ഇന്ന് വെളുപ്പിനെ അച്ഛന് ബാത്റൂമിൽ പോകാൻ തോന്നി, അന്നേരം അടുത്ത് ബെഡിൽ കിടന്ന ഒരു പയ്യൻ അച്ഛനെയും കൊണ്ട് പോയി, ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പം ഞാനൊരു സ്വപ്നം കണ്ടു, മാതാവിനെ സ്വപ്നം കണ്ടു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം മാതാവ് നിങ്ങളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞല്ലോ, നിങ്ങളെ അവിടേക്ക് വിളിക്കുക, അച്ഛന് സുഖമായ ഉടനെ അച്ഛൻ വന്നില്ലെങ്കിൽ പോലും നിങ്ങൾ അവിടെ കഴിവതും എത്താൻ ശ്രമിക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഓപ്പറേഷൻ കഴിഞ്ഞു, ഇവർ ഡിസ്ചാർജായി പോയി കഴിഞ്ഞ് ഞാൻ വീണ്ടും അവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞു പിണങ്ങിപ്പോയ അവരുടെ മരുമകൾ വീട്ടിലെത്തിയെന്ന്. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു വാർത്ത അത് എനിക്ക് അമ്മയെ കുറിച്ചുള്ള അവരെ അറിയിച്ചതിലൂടെ എനിക്ക് ലഭിച്ചു. പിന്നെ അതുപോലെ തന്നെ ഞാൻ ആശുപത്രികളിൽ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. മാവേലിക്കരയിൽ സ്നേഹാലയം എന്നും പറഞ്ഞൊരു വൃദ്ധസദനമുണ്ട്, അവിടെ എല്ലാ മാസവും ഞാൻ വിസിറ്റ് ചെയ്യുന്നുണ്ട്. സാമ്പത്തിക സഹായം ചെയ്യും, അല്ലാതെ തന്നെ അവർക്ക് കഴിക്കാനുള്ള സാധനങ്ങൾ, പിന്നെ കുളിക്കാനും നനയ്ക്കാനും മറ്റ് ക്ലീനിങ്ങിനുള്ളതും ആട്ട അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഞാൻ അവർക്ക് എല്ലാ മാസവും കൃത്യമായി ഞാൻ അവർക്ക് എത്തിച്ചു കൊടുക്കും. കൂടാതെ ഒരു സ്നേഹ ദീപം എന്ന് പറഞ്ഞ് ഓച്ചിറയുള്ള ഒരു ട്രസ്റ്റ് പിരിവിന് വരുന്നുണ്ട്, അവർക്കും ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ആരെങ്കിലും ഒക്കെ വന്ന് ചിലപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പറഞ്ഞാൽ എന്നെ കഴിയുന്ന പോലുള്ള സഹായം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കുന്നു.